ഹായ്, CUTUG 2025 നോട്ടിഫിക്കേഷനിൽ നമ്മൾ നോക്കിയിരുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു കറക്ഷൻ വിൻഡോന്റെ കാര്യം. കറക്ഷൻ വിൻഡോയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 26 മാർച്ച് മുതൽ 28 മാർച്ച് വരെ, അതായത് 28 മാർച്ച് വരെ സമയമുണ്ട് കറക്ഷൻ വിൻഡോ ചെയ്യാൻ, അതായത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കറക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കാൻഡിഡേറ്റ് ഷാൾ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച് എന്നാണ്. മൊബൈൽ നമ്പർ മാറ്റാൻ സാധിക്കില്ല, ഇമെയിൽ അഡ്രസ്സ് മാറ്റാൻ സാധിക്കില്ല, അതൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും മാറ്റാൻ സാധിക്കില്ല. ആൻഡ് എമർജൻസി കോൺടാക്ട് നമ്പർ ആയിട്ട് നിങ്ങൾ കൊടുത്ത നമ്പറും മാറ്റാൻ സാധിക്കില്ല. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ അലൗഡ് ആണ്. കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് ഇൻ ദ ഫീൽഡ്സ് എന്നാണ്. ഒന്ന്, നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പേര് റീ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അച്ഛന്റെ പേരും അമ്മയുടെ പേരും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് റീ എഡിറ്റ് ചെയ്യാനുള്ള അവസരവും അവിടെ നൽകിയിട്ടുണ്ട്. ക്ലാസ് 10 അതിന്റെ ഇക്വലന്റ് ഡീറ്റെയിൽസിലും എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും മാറ്റാൻ അവസരമുണ്ട്. ക്ലാസ് 12ന്റെയും ഇക്വലന്റ് ഡീറ്റെയിൽസിലും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ കാറ്റഗറിയിൽ അടക്കം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും മാറ്റാൻ അവസരമുണ്ട്. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന്റെ കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും മാറ്റാൻ അവസരമുണ്ട്. ഫോട്ടോഗ്രാഫിന്റെയും സിഗ്നേച്ചറിന്റെയും കേസിലും കുറെ പേര് ചോദിച്ചിരുന്നു, റീ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ, ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമായിരുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിന്റെയും ക്യുവറ്റിന്റെ നോംസ് പ്രകാരമുള്ള കറക്റ്റ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഇതും, അതായത് സർവീസും ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയും അലൗഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രസന്റും പെർമനന്റ് അഡ്രസ്സിന്റെയും ബേസ് നമ്മൾ കൊടുത്തതിന്റെ ബേസിൽ നമുക്ക് എക്സാം സിറ്റീസ് ചേഞ്ച് ചെയ്യാം. 4 പ്രിഫറൻസ് ആണുള്ളത്, അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന്റെ എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു 5 സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ 3 ആയിരിക്കും. അപ്പൊ ആ ടോട്ടൽ ഓഫ് 5 സബ്ജക്ട്സ് പിന്നെയും നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്ത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരവും അവരവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ടൈം ഫെസിലിറ്റിയാണ്. ഇനി ഒരു തരത്തിലുള്ള കറക്ഷനും അവർ അലോ ചെയ്യത്തില്ല. ഓൾറെഡി ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറക്ഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ്, വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് മാത്രമാണ്. 28-ാം തീയതി വരെയാണ് സമയമുള്ളത്. അപ്പൊ അതിനുള്ളിൽ ഇത് തീർക്കണം. പിന്നെ അഡീഷണൽ ഫീ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അഡീഷണൽ ഫീ ഉണ്ടെങ്കിൽ ആ ഫീ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ കറക്ഷൻ വാലിഡ് ആവത്തുള്ളൂ. അഡീഷണൽ ഫീ ഉള്ള സമയത്ത് വരെ എത്രയാണെന്ന് കാണിക്കും. അത് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കറക്ഷൻ ഫൈനലി വരത്തുള്ളൂ. അല്ലെങ്കിൽ പഴയ പോലെ തന്നെ വരത്തുള്ളൂ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഫീ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. ഇത്രയും ഡീറ്റെയിൽസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനുള്ള അവസരമാണ് CUTUG നൽകിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.